ഇതെല്ലാം നടക്കുന്നത് എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 20 വർഷമായി കാണും. അന്ന് ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു കുട്ടിയായിരുന്നു. എപ്പോഴും വീടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നടക്കും. പുൽമൈതാനങ്ങൾ കടന്ന് കാടിൻ്റെ അടുത്തൊക്കെ പോകും. കല്ലുകൾ പറിക്കും, മൃഗങ്ങളെ നോക്കിയും അരുവിയിലെ വെള്ളമൊക്കെ തെറിപ്പിച്ചായിരുന്നു എൻ്റെ കളി. മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ആരുടെയും കമ്പനി ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്കൊരിക്കലും ലോൺലി ആയിട്ട് തോന്നിയിട്ടുമില്ല. ചിലപ്പോൾ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ശീലിച്ചുകൊണ്ടായിരിക്കാം. എൻ്റെ പാരൻസിന് ഒരു ഫാം ഉണ്ടായിരുന്നു. എല്ലാ വശത്തേക്കും മൈലുകളോളം നീണ്ടു കിടക്കുന്ന വലിയൊരു ലാൻഡ്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. സ്വർണ്ണ നിറമുള്ള വെയിലും ആ പച്ചപ്പും ഒക്കെ ചേരുമ്പോൾ നല്ല രസമാണ് കാണാൻ. അച്ഛൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. കുറച്ച് ജോലിക്കാരുടെ കൂടെ കൃഷിയൊക്കെ നോക്കി അച്ഛൻ പകൽ മുഴുവനും അവിടെ ഉണ്ടാവും. അമ്മ വീട്ടുജോലികളും ഇടയ്ക്ക് ടൗണിലൊക്കെ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ നോക്കും. അവർ നല്ലൊരു ടീമായിരുന്നു. പരസ്പരം അവർക്ക് അത്രയ്ക്കും സ്നേഹമായിരുന്നു. സ്കൂളുള്ള സമയത്ത് അമ്മയോ അല്ലെങ്കിൽ നെയ്ബർ ആൻറ്റിയോ ഞങ്ങൾ ടൗണിൽ കൊണ്ടുപോകും. ട്രെവർ ആയിരുന്നു എൻ്റെ ഒരേ ഒരു ഫ്രണ്ട്. അവനും എൻ്റെ അതേ പ്രായമായിരുന്നു. പക്ഷേ സമ്മർ സമയത്തൊന്നും ഞാൻ അവനെ അധികം കാണാറില്ല. കാരണം അവൻ്റെ ഫാമിലെ ജോലി കാരണം അവനും ബിസി ആയിരിക്കും. വല്ലപ്പോഴും ഞങ്ങളുടെ പാരൻസ് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ ഒത്തുകൂടുമ്പോഴാണ് ഞാൻ ട്രെവറിനെ കാണുന്നത്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എനിക്ക് ഒറ്റപ്പെടലോ സങ്കടമോ ഒന്നും തോന്നിയിട്ടില്ല. ചുറ്റുള്ള ഈ വലിയ ലാൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ എനിക്ക് സമയം തികയാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ താമസിച്ചിരുന്നത് ടൗണിൽ നിന്ന് കുറേ ദൂരെ മൈലുകളോളം താണ്ടി ആരുമില്ലാത്ത സ്ഥലത്തായിരുന്നു. ഞങ്ങളുടെ വീടിന് പിന്നിൽ കിലോമീറ്ററുകളോളം ഒരു ചോളത്തിൻ്റെ ഫാമാണ്. അച്ഛനെ ഡിന്നറിന് വിളിക്കാൻ പോകുമ്പോൾ ഈ ചോളക്കാട്ടിൽ പെട്ടുപോകുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. കാരണം അതെൻ്റെ തലയ്ക്ക് മുകളിൽ അത്രയും ഉയരത്തിലായിരുന്നു. വീടിന് മുന്നിൽ കുറേ ദൂരം പുൽമൈതാനമാണ്. അത് കഴിഞ്ഞ് വലിയൊരു കാടും. എനിക്ക് ആ കാടിനുള്ളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോ സമ്മറിലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ പോവായിരുന്നു. പക്ഷേ ഇത് ആ കാടിനെക്കുറിച്ചോ ചോളപ്പാടത്തെക്കുറിച്ചുള്ള കഥയല്ല. ഇത് റോഡിനപ്പുറത്തെ ഫീൽഡിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു വീടിനെ കുറിച്ചുള്ള കഥയാണ്. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് സംഭവം. നല്ല ചൂടുള്ളൊരു ജൂൺ രാത്രി. ചൂട് കാരണം ഉറക്കം വരുന്നുണ്ടായില്ല. എങ്ങനെയൊക്കെ ഉറങ്ങിപ്പോയി. പക്ഷെ അധികം വൈകാതെ ഞാൻ ഉണർന്നു. വായൊക്കെ വല്ലാതെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ അത് ആദ്യമായി കണ്ടത്. എന്നെ ഞെട്ടിച്ച കാര്യം അതിൻ്റെ ഹൈറ്റായിരുന്നു. 3 നിലയുള്ള ഒരു വീട്. അത്രയും വലിയൊരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ജനലിൽ പിടിച്ചു നിന്ന് കണ്ണ് തള്ളി അത് നോക്കിയിരുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ട് ഓപ്പോസിറ്റ് ആ റോഡിനപ്പുറം വെറും 100 അടി ദൂരത്തിൽ ആ വീട് നിൽക്കുന്നു. ഡാർക്ക് ഗ്രീൻ കളറായിരുന്നു അതിന്. ജനലുകൾക്കൊക്കെ വല്ലാത്തൊരു മഞ്ഞ കളറിലുള്ള ഷട്ടറുകൾ ഉണ്ടായിരുന്നു. മൂൺലൈറ്റിൽ അത് കാണാൻ ഒരുമാതിരി പൂപ്പൽ പിടിച്ച പോലെ തോന്നി. ആ വീടിന് പോർച്ചൊന്നുമില്ലായിരുന്നു. ആകെയുള്ളത് മഞ്ഞ പെയിൻ്റ് അടിച്ച ഒരു വൃത്തികെട്ട ഡോറ് മാത്രം. ഒരു 7 വയസ്സുകാരൻ്റെ മുന്നിൽ അന്ന് പേടിയൊന്നും തോന്നിയില്ല. പകരം ആവേശമായിരുന്നു. ഇതൊരു പുതിയ രഹസ്യം പോലെ എനിക്ക് തോന്നി. നാളെ ഇത് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്നായി എൻ്റെ ചിന്ത. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി, അതൊരാളുടെ വീടല്ലേ, അവിടെ ആരെങ്കിലും താമസം കാണില്ലേ എന്ന്. എങ്കിലും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞില്ല. പാരൻസിനെ വിളിച്ചുണർത്തി ഇത് കാണിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു വീട് പെട്ടെന്ന് അവിടെ വന്നത് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഒടുവിൽ ഞാൻ വെള്ളം കുടിച്ച് തിരിച്ചു പോയി കിടന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ വേഗം എഴുന്നേറ്റു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടത് സ്വപ്നമാണോ എന്നറിയാൻ ഞാൻ ഓടിപ്പോയി ജനലിലൂടെ നോക്കി. ആ വീട് അവിടെ തന്നെയുണ്ട്, ഒട്ടും അനക്കമില്ലാതെ. ഞാൻ വേഗം കിച്ചണിലേക്ക് ഓടി. അച്ഛനെ തട്ടി വീഴ്ത്താൻ പാകത്തിന് ഓടി ചെന്ന് ഇത് പറയാൻ നിൽക്കുകയായിരുന്നു ഞാൻ. എനിക്ക് തോന്നി ഞാൻ മാത്രം കണ്ടുപിടിച്ച ഒന്നാണതെന്ന്. അതവിടെ വരാൻ കാരണം തന്നെ ഞാനാണെന്ന മട്ടിലായിരുന്നു ഞാൻ. രാവിലെ തന്നെ എൻ്റെ ഈ ബഹളം കണ്ടിട്ട് അച്ഛൻ കുറച്ച് ചൂടായി. എങ്കിലും ഞാൻ ചോദിച്ചു, അച്ഛാ ആ വീട് കണ്ടോ എന്ന്. ഞാൻ എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് അച്ഛന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ഫ്രണ്ട് ഡോറിലേക്ക് കൊണ്ടുപോയി. ഒരു മോട്ടോർ ബൈക്ക് ഓടുന്ന സ്പീഡിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വാതിൽ തുറന്ന് ഞാൻ ആ വീടിന് നേരെ വിരൽ ചൂണ്ടി. അച്ഛൻ ഉമ്മറത്ത് നിന്ന് ആ ഫീൽഡിലേക്കൊക്കെ ഒന്ന് നോക്കി. അച്ഛൻ്റെ മുഖത്ത് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നെ ഒന്ന് നോക്കി, പിന്നെയും ആ പാടത്തേക്ക് നോക്കി. എന്നിട്ട് താടിക്ക് കൈ കൊടുത്തിട്ട് എന്നോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. വെറുതെ ഓരോന്ന് പറയല്ലേ എന്നും, ഇത്രയ്ക്ക് എനർജി ഉണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ പാടത്ത് പണിക്ക് വന്നോ എന്നും അച്ഛൻ പറഞ്ഞു. അച്ഛൻ ആ വീട് കാണാൻ പറ്റുന്നില്ല.
ആ പ്രായത്തിൽ എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം ആ വീട് അവിടെ കൺമുന്നിലുണ്ടല്ലോ. ഞാൻ വീണ്ടും വീണ്ടും അത് കാണിച്ചു കൊടുക്കാൻ നോക്കി. പക്ഷെ ഒരു കാര്യവുമില്ലായിരുന്നു. അച്ഛൻ അത് കാണുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് അത് കാണാൻ പറ്റുന്നില്ല. എനിക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും വന്നു. ഞാൻ രാത്രി കണ്ട ആ വലിയ കാര്യം അച്ഛനൊന്ന് സമ്മതിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എത്ര പറഞ്ഞിട്ടും അച്ഛൻ മൈൻഡ് ചെയ്തില്ല. അന്ന് പകൽ മുഴുവൻ ശിക്ഷ കിട്ടിയ പോലെ അച്ഛൻ്റെ കൂടെ ചോളപ്പാടത്ത് പണിയെടുക്കേണ്ടി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും പണിക്കാർ വന്നു. അവർക്കും ആ വീട് കാണാൻ പറ്റുന്ന ലക്ഷണമേ ഇല്ല. അച്ഛൻ്റെ കൂടെ പണ്ട് മുതലുള്ള ലൂയിയോട് ഞാൻ ചോദിച്ചു, വരുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടോ എന്ന്. അയാൾ എൻ്റെ തലയിലൊന്ന് തടവിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റത് മാത്രമാണ് ഞാൻ കണ്ട അത്ഭുതമെന്ന്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അയാളുടെ കൈ തട്ടി മാറ്റി. എന്തുകൊണ്ടാണ് ആരും ഇത് കാണാത്തത്? ജോലിക്കിടയിലും എൻ്റെ മനസ്സ് ആ വീടിനെ കുറിച്ചായിരുന്നു. ആ പുല്ലുകൾക്കിടയിൽ മിണ്ടാതെ നിൽക്കുന്ന ആ 3 നില വീട്. അതൊന്നും പോയി നോക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ട്രെവറിനോട് ഇത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിന് പറ്റില്ലല്ലോ. അവൻ എന്നെ വിശ്വസിക്കും, അവനത് കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അടുത്ത തവണ ഞങ്ങൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം, അവിടെ പോയി ഒന്ന് ഒളിഞ്ഞു നോക്കണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു. ആ വീടിന് എന്തോ ഒരു വല്ലാത്ത ആകർഷണം ഉണ്ടായിരുന്നു. ചോളക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആ വീട് കാണാൻ പറ്റില്ലായിരുന്നു. എങ്കിലും അതെവിടെയാണെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ ആ ദിവസം മെല്ലെ മെല്ലെ തീർന്നു. പണി കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ തിരിച്ചു നടക്കുമ്പോൾ അച്ഛൻ പണിക്കാരോട് നാളത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബാക്ക് പോർച്ചിലെത്തിയപ്പോൾ അമ്മ അവർക്ക് തണുത്ത ലെമണേഡ് കൊടുത്തു. അവർ സന്തോഷത്തോടെ അത് വാങ്ങി. എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു, ഒപ്പം ചെറിയ ദേഷ്യവും. ആ മഞ്ഞ ഷട്ടറുള്ള പച്ച വീട് ഒന്നും കൂടെ കാണാൻ വേണ്ടി ഞാൻ വീടിൻ്റെ വശത്തേക്ക് നടന്നു. മൂല തിരിഞ്ഞ് മുന്നോട്ട് നോക്കിയ ഞാൻ അവിടെ സ്തംഭിച്ചു പോയി. ആ വീട് അവിടെ ഇല്ല. ഞാൻ കണ്ണ് തിരുമ്മി നോക്കി. എൻ്റെ തോന്നലാണോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല. ആ പാടം പഴയതുപോലെ ഒഴിഞ്ഞു കിടക്കുന്നു. ചെറിയ കാറ്റിൽ പുല്ലുകൾ ഇളകുന്നുണ്ടെന്ന് മാത്രം. ഞാൻ ചുറ്റും നോക്കി, എവിടെയെങ്കിലും മാറിപ്പോയതാണോ എന്ന് ആലോചിച്ചു. പക്ഷേ മുന്നിൽ പുല്ലും പിന്നിൽ ചോളപ്പാടവും മാത്രം. ദൂരെയുള്ള കാടിൻ്റെ അടുത്തൊക്കെ നോക്കി, അവിടെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ മണ്ണിൽ ആഞ്ഞു ചവിട്ടി. ഇനിയിപ്പോൾ ട്രെവർ പോലും എന്നെ വിശ്വസിക്കില്ലല്ലോ. ആരോടെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആ ദേഷ്യത്തിൽ ഞാൻ ആദ്യമായി ഒരു തെറിവാക്ക് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അമ്മ കേട്ടോ എന്ന് പേടിച്ച് ഞാൻ ചുറ്റും നോക്കി. ഭാഗ്യം, അമ്മ അപ്പോഴും വീടിന് പിന്നിൽ തന്നെയായിരുന്നു. ഞാൻ ആ വാക്ക് പറഞ്ഞപ്പോൾ എനിക്കെന്തൊരു പവർ കിട്ടിയതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അത് പറഞ്ഞു. ഞാൻ നിരാശയോടെ കൈകൾ പോക്കറ്റിലിട്ട് ആകാശത്തേക്ക് നോക്കി. വെസ്റ്റ് സൈഡിൽ നിന്ന്, അതായത് ട്രെവറിൻ്റെ വീടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാറ്റ് വരുന്നുണ്ടായിരുന്നു. ആകാശം ഇരുണ്ട് വരികയാണ്. കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ദൂരെ ഇടി മുഴങ്ങുന്നുമുണ്ട്. അന്ന് രാത്രി ആ കൊടുങ്കാറ്റ് ഞങ്ങളുടെ അടുത്തെത്തി. മഴ ആഞ്ഞു പെയ്യുകയായിരുന്നു. ഇടിയുടെ ശബ്ദം കാരണം വീടിൻ്റെ ഭിത്തികൾ വരെ വിറയ്ക്കുന്നുണ്ട്. ആകാശത്ത് മിന്നൽ വരുമ്പോൾ പീരങ്കി പൊട്ടുന്നത് പോലെയായിരുന്നു ഇടിമുഴക്കം. പേടിയുണ്ടായിരുന്നെങ്കിലും അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഓടണോ എന്നാലോചിച്ച് ഞാൻ ബെഡിൽ തന്നെ ഇരുന്നു. അച്ഛൻ മിക്കവാറും ഇതൊന്നും അറിയാതെ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടാവും. പക്ഷെ അമ്മ ഉണർന്നിട്ടുണ്ടാവും. എങ്കിലും എനിക്ക് 7 വയസ്സായതുകൊണ്ട് ഞാൻ പേടിച്ചു എന്ന് അവർ അറിയുന്നത് എനിക്ക് കുറച്ചിലായിരുന്നു. ഭയങ്കരമായ ഒരു ഇടികൂടി വെട്ടിയപ്പോൾ ഞാൻ ബെഡിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. പേടിപ്പിക്കുന്ന കാര്യത്തെ പേടിയില്ലാതെ നോക്കി നിൽക്കുന്നവനാണ് ധൈര്യശാലി എന്ന് അച്ഛൻ ഇപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജനലിനടുത്ത് ഉറച്ചു നിന്നു. പുറത്ത് കാറ്റ് ഓളിയിടുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ മേൽക്കൂരയിൽ വന്ന് വീഴുന്നത് ആയിരക്കണക്കിന് കുതിരകൾ ഓടി വരുന്നത് പോലെ തോന്നി. പെട്ടെന്നൊരു വലിയ മിന്നലുണ്ടായപ്പോൾ ഞാൻ കണ്ണ് ചിമ്മിപ്പോയി. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആ വീട് വീണ്ടും അവിടെയുണ്ട്. മഴ നനഞ്ഞ ജനൽ ചില്ലിലൂടെ ഞാൻ മുഖം അമർത്തി പുറത്തേക്ക് നോക്കി. ആ ഇരുട്ടിൽ ഒരു കറുത്ത ചതുരം പോലെ ആ വീടിൻ്റെ ആകൃതി എനിക്ക് കാണാമായിരുന്നു. അടുത്ത മിന്നലിനായി ഞാൻ കാത്തു നിന്നു. എൻ്റെ ഹൃദയം പടപടാന്നടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടത് സ്വപ്നമല്ലെന്ന് എനിക്ക് ഉറപ്പായി. അച്ഛനെ വിളിച്ചുണർത്തി ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അസമയത്ത് അച്ഛനെ ഉണർത്താൻ എനിക്ക് ധൈര്യം വന്നില്ല. കുറച്ച് കഴിഞ്ഞ് അടുത്ത മിന്നൽ വന്നപ്പോൾ ഞാൻ ആ വീടിൻ്റെ വാതിലിലേക്ക് തന്നെ നോക്കി. അതിൻ്റെ മെയിൻ ഡോർ പാതി തുറന്നു കിടക്കുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു വല്ലാത്ത പേടി കയറി. ഇത്രയും വലിയ കാറ്റും മഴയും ഉള്ളപ്പോൾ ആരെങ്കിലും വാതിലിങ്ങനെ തുറന്നിടും? ആ കറുത്ത ഇരുട്ടിലേക്ക് കാറ്റും മഴയും അടിച്ചു കയറാണ്.
എൻ്റെ വയറ്റിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. മുറിയിലെ ഓരോ നിഴലിനെയും എനിക്ക് പേടിയാകാൻ തുടങ്ങി. ഞാൻ ജനൽപ്പാളിയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അടുത്ത മിന്നലിനായി വെയിറ്റ് ചെയ്തു. അടുത്ത നിമിഷം മിന്നൽ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ തളർത്തി കളഞ്ഞു. ആ വീടിൻ്റെ വാതിൽക്കൽ ആരോ ഒരാൾ നിൽക്കുന്നു. അയാൾ നേരെ എന്നെ തന്നെയാണ് നോക്കുന്നത്. മഴ കാരണം രൂപം വ്യക്തമല്ലെങ്കിലും വല്ലാത്ത നിറങ്ങൾ കലർന്നൊരു മനുഷ്യരൂപം പോലെ അത് തോന്നി. എൻ്റെ ധൈര്യമൊക്കെ ചോർന്നുപോയി. ഞാൻ ഒറ്റയടിക്ക് ബെഡിലേക്ക് ഓടിക്കയറി പുതുപ്പിനുള്ളിൽ ചുരുണ്ടോടി. ഞാൻ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ആ വീട് അവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആശ്വാസമാണ് തോന്നിയത്. തലേദിവസം കണ്ട കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ എനിക്ക് സമയം കിട്ടി. എൻ്റെ ഭാവനയിൽ ആ രൂപത്തിന് ഞാൻ പല മുഖങ്ങളും കൊടുത്തു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ എന്താണ് കണ്ടതെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് ഹാർവി ഫാമിലി ഡിന്നറിന് വരുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ പേടിയെല്ലാം പോയി. എനിക്ക് ഒരു തരം ആവേശമായി. കാരണം എനിക്ക് ട്രെവറിനോട് ഇതെല്ലാം പറയാലോ. അച്ഛൻ ഇന്ന് പണിക്ക് സഹായിക്കാൻ എന്നെ വിളിക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി കാട്ടിലേക്ക് ഓടി. വീട് അവിടെ ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഒരു സമ്മർ ഡേ പോലെയാണ് എനിക്ക് തോന്നിയത്. പുഴയിൽ പോയി നീന്തിയാലോ അല്ലെങ്കിൽ ചെറിയൊരു വീടുണ്ടാക്കിയാലോ എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു. ഓടിപ്പോകുന്ന വഴിയിൽ ആ വീട് നിന്നിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. ഞാൻ ഇതിലൂടെ ഓടുമ്പോൾ പെട്ടെന്ന് ആ വീട് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുമോ? അതോ ആ വീട് ഭൂമിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ഞാൻ ആകാശത്തേക്ക് തെറിച്ചു പോവുമോ? ആലോചിച്ചപ്പോൾ കുറച്ച് പേടി തോന്നിയുണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് വേഗത്തിൽ ഓടി മാറി. അന്നത്തെ പകല് മുഴുവൻ പുഴയിൽ കളിച്ചും കല്ലുകൾ പെറുക്കിയും കപ്പൽക്കാരോട് യുദ്ധം ചെയ്യുന്നത് പോലെയൊക്കെ അഭിനയിച്ചും ഞാൻ സമയം ചെലവഴിച്ചു. എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത്. അന്നത്തെ ദിവസം ഒരു പ്രത്യേക വൈബായിരുന്നു. ഭാവനയും സാഹസികതയും ഒക്കെ നിറഞ്ഞ ഒരു പെർഫെക്റ്റ് ചൈൽഡ്ഹുഡ് ഡേ. കളിച്ചു തുടങ്ങിയപ്പോൾ ആ വീടിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പതുക്കെ മാഞ്ഞുപോയി. ഉച്ചവെയിലൊക്കെ ആറി ആകാശം ഒരു മെൽറ്റിംഗ് പോപ്സിക്കിൾ പോലെ പല നിറത്തിൽ നല്ല മനോഹരമായിട്ട് വന്നു. സമയം പോയതും വിശപ്പ് തുടങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കല്ലും പുഴയ്ക്കെറിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ട്രെവറും ഫാമിലിയും വന്നു എന്നറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു. കാടിൻ്റെ അതിര് കടന്ന് ഞാൻ വീട്ടിലേക്ക് ഓടാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ നിന്നുപോയി. ആ വീടുതാ വീണ്ടും അവിടെയുണ്ട്. പക്ഷേ ഇത്തവണ എന്തോ ഒരു മാറ്റം. ആ വീട് എൻ്റെ നേരെയാണ് തിരിഞ്ഞു നിൽക്കുന്നത്. എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എൻ്റെ വീടിൻ്റെ നേരെയല്ലേ ഇരിക്കേണ്ടത്? ഇതിപ്പോൾ എൻ്റെ വീടിനെ മറച്ചുകൊണ്ടാണ് ആ വീട് നിൽക്കുന്നത്. ഞാൻ ഉമ്മിനീരിറക്കി പതുക്കെ ആ വീടിൻ്റെ ജനലിലൂടെ നോക്കി. ഇരുട്ട് പിടിച്ച ജനലുകൾ, ആ കൊടുങ്കാറ്റുള്ള രാത്രിയിൽ കണ്ട ആ രൂപം ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ഞാൻ പേടിയോടെ നോക്കി. വീട് ഒരു അനക്കമില്ലാതെ നിൽക്കുവാണ്. ഞാൻ ആ വീടിന് ചുറ്റി ഒരു വലിയ സർക്കിളിൽ നടന്നു. എൻ്റെ കണ്ണ് ആ മെയിൻ ഡോറിൽ തന്നെയായിരുന്നു. അതെപ്പോൾ വേണമെങ്കിൽ തുറക്കാമെന്നും അതിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വരുമെന്നും ഞാൻ പേടിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. പാതി ദൂരം പിന്നിട്ടതും ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തേക്ക് ഒരോട്ടം വെച്ച് കൊടുത്തു. പുല്ലുകൾക്കിടയിലൂടെ തട്ടിത്തടഞ്ഞ് കിതച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ പടികൾ ഓടിക്കയറി. ശ്വാസം വിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയതും ഞാൻ വിറച്ചുപോയി. ആ വീട് ഇപ്പോൾ വീണ്ടും എൻ്റെ വീടിന് നേരെ തിരിഞ്ഞു നിൽക്കുന്നു. എനിക്ക് ശരിക്കും പേടിയായി. എൻ്റെ മനസ്സിൽ അത് വെറും ഒരു വീടല്ല, എന്നെ വാച്ച് ചെയ്യുന്നൊരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. ആ വീട് ഡേഞ്ചറാണ് എന്നെൻ്റെ ഉള്ളു പറഞ്ഞു. ഞാൻ വേഗം വീടിനുള്ളിലേക്ക് കയറി. അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല മണം അവിടെയെല്ലാം ഉണ്ടായിരുന്നു. കിച്ചണിൽ നിന്ന് എല്ലാവരും ചിരിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. ഡൈനിങ് റൂമിലെത്തിയപ്പോൾ അമ്മ എന്നെ കളിയാക്കി. നീ വരാൻ വൈകിയതുകൊണ്ട് ട്രെവർ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന്. ഞാൻ ട്രെവറിൻ്റെ പാരൻസിനോട് ഒരുവിധം ഹലോ ഒക്കെ പറഞ്ഞു. ഞാൻ കൈ കഴുകാൻ പോയപ്പോൾ ട്രെവർ എൻ്റെ കൂടെ വന്നു. അവൻ അവൻ്റെ വീടിനടുത്തുള്ള കാട്ടിലുണ്ടാക്കിയ ഒരു ഫോർട്ടിനെ കുറിച്ച് ആവേശത്തോടെ സംസാരിക്കുകയായിരുന്നു. ഞാനും എൻ്റെ അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു. ഇന്ന് രാത്രി ഒന്നിച്ച് താമസിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തു. കൈ തുടയ്ക്കുന്നതിനിടയിൽ ഞാൻ അവനോട് ചോദിച്ചു, നീ ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന്. അവനൊന്നും മനസ്സിലായില്ല. ഞാൻ അവനെ കൂട്ടി ഫ്രണ്ട് ഡോറിലേക്ക് കൊണ്ടുപോയി. വാതിൽ തുറന്നിട്ട് ആ മഞ്ഞ ഷട്ടറുള്ള വീടിൻ്റെ നേരെ വിരൽ ചൂണ്ടി. പേടിയോടെ ഞാൻ ചോദിച്ചു, നിനക്കത് കാണാൻ പറ്റുന്നുണ്ടോ?
അവൻ ചിരിച്ചുകൊണ്ട് എൻ്റെ തോളിൽ ഒരു തട്ട് തന്നു. പിന്നല്ലാതെ എനിക്ക് കാണാലോ എന്നവൻ പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് ആ വീടിനെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ അനുഭവങ്ങളും അവനോട് പറഞ്ഞു. എൻ്റെ കഥ കേൾക്കുന്തോറും അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു. അവൻ ചോദിച്ചു, നീ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയോ? പുറത്തുകൂടെ ഒക്കെ ഒന്ന് ചുറ്റി നടന്നു എന്ന്. ഞാൻ വേഗം തലകുലുക്കി ഇല്ല എന്ന് പറഞ്ഞു. ആ വീടിന് ചുറ്റുമുള്ള ആ ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ അവനോട് പറഞ്ഞു. അത് സേഫ് അല്ലെന്നും എന്തോ കുഴപ്പമുണ്ടെന്നും ഞാൻ അവനെ ബോധ്യപ്പെടുത്താൻ നോക്കി. അച്ഛനും അമ്മയ്ക്കും അത് കാണാൻ പറ്റുന്നില്ലെന്നും രാത്രിയിൽ ആരോ എന്നെ നോക്കി നിന്ന കാര്യവും ഞാൻ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ അവൻ അങ്ങോട്ട് പോകാൻ കൂടുതൽ താല്പര്യമായി. ഞാൻ അവനെ തടയാൻ നോക്കിയപ്പോഴേക്കും അച്ഛൻ എന്നെ ടേബിൾ സെറ്റ് ചെയ്യാൻ വിളിച്ചു. എനിക്ക് ദേഷ്യം വന്നെങ്കിലും ഞാൻ പോയി. ആ സംസാരം അവിടെ തീർന്നു. ഈ ഡൈനിങ് ടേബിൾ എനിക്ക് വലിയ താല്പര്യമില്ല. ട്രെവറിൻ്റെ കൂടെ കളിക്കാൻ പോകാൻ വേണ്ടിയുള്ളൊരു തടസ്സമായിട്ടാണ് എനിക്ക് ആ ഭക്ഷണം തോന്നിയത്. പ്രാർത്ഥന കഴിഞ്ഞതും ഞാൻ ആക്രാന്തത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മ എന്നെ 1-2 വട്ടം കടുപ്പിച്ച് നോക്കിയെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. വെള്ളം കുടിച്ച് ഭക്ഷണം വേഗം ഇറക്കി ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേക്കാൻ നോക്കുകയായിരുന്നു. എൻ്റെ പ്ലേറ്റ് കാലിയായതും ഞാൻ ട്രെവറിനെ ഒന്ന് നോക്കി. അവൻ്റെ മനസ്സിലും ഇതേ ചിന്ത തന്നെയായിരുന്നു. കുറച്ചു നേരം മര്യാദയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ പുറത്തേക്ക് പൊക്കോട്ടെ എന്ന്. എൻ്റെ ടേബിൾ മാനേഴ്സ് അത്ര പോരാ എന്ന് പറഞ്ഞ് അച്ഛൻ കൈ വീശി അനുവാദം തന്നു. അച്ഛൻ പറഞ്ഞതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഞാനും ട്രെവറും കൂടി ഫ്രണ്ട് ഡോറിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. പുറത്ത് ആകാശം നല്ല വയലറ്റ് കലർന്ന നീല നിറത്തിലായിട്ടുണ്ട്. നക്ഷത്രങ്ങൾ ചെറിയ മെഴുകുതിരികൾ പോലെ മിന്നിത്തിളങ്ങുന്നു. രാത്രിയിലെ ചീവീടുകളും തവളകളുടെയൊക്കെ ശബ്ദവും ചുറ്റും മുഴങ്ങുന്നുണ്ട്. ഞാനും ട്രെവറും ഉമ്മറത്തെ പടികളിൽ കുറച്ചു നേരം ഇരുന്നു. ആ ഇരുട്ട് പിടിച്ച വീടിൻ്റെ ഉള്ളിൽ വല്ല അനക്കം ഉണ്ടോ എന്ന് നോക്കി ഞങ്ങൾ അവിടെ ഇരുന്നു. പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ആ പാടം തിളങ്ങുന്നുണ്ടായിരുന്നു. ഒപ്പം ആയിരക്കണക്കിന് മിന്നാമിന്നികളും. ട്രെവറിന് ആ വീടിൻ്റെ ജനലിലൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അവൻ വലിയ ധൈര്യശാലിയാണെന്നൊക്കെ പറഞ്ഞ് ഷോ ഇറക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു അപകടം മണക്കുന്നുണ്ടായിരുന്നു. കൊടുങ്കാറ്റുള്ള ആ രാത്രിയിൽ ഞാൻ കണ്ട രൂപം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. എന്നോട് കുറേ തർക്കിച്ചിട്ടും കാര്യമില്ലെന്ന് കണ്ടപ്പോൾ ട്രെവർ എഴുന്നേറ്റു. അവൻ ഒറ്റയ്ക്ക് തന്നെ അവിടെ വരെ പോയി നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ അവനെ തടയാൻ പരമാവധി നോക്കി. പക്ഷേ അവൻ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ എന്നെ പേടിത്തൊണ്ടൻ എന്നൊക്കെ വിളിച്ച് ഒരുപാട് ആംഗ്യങ്ങളൊക്കെ കാണിച്ച് എന്നെ ഒരുപാട് കളിയാക്കി. എന്നിട്ട് ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവൻ ആ പടികളിറങ്ങി പുല്ലുകൾക്കിടയിലൂടെ നടക്കാൻ തുടങ്ങി. അവൻ എന്നെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചിട്ട് നീ വെറൊരു ബേബിയാണെന്ന് കളിയാക്കി. അവൻ ആ വീടിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചടിപ്പ് കൂടി. അവനെ തടയണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാരൻസിനെ വിളിക്കണമെന്ന് തോന്നി. പക്ഷെ വിളിച്ചിട്ട് എന്ത് പറയാനാ? അവർക്ക് ആ വീട് കാണാൻ പറ്റില്ലല്ലോ. അവൻ വെറും പാടത്തിലൂടെ നടന്നു പോകുന്നത് കണ്ട് അച്ഛൻ എൻ്റെ തലക്കിട്ട് എന്നെ തരുമായിരിക്കും. വീടിന് 30 അടി അടുത്തെത്തിയപ്പോൾ ഇരുട്ടിൽ അവൻ്റെ രൂപം ഒരു കറുത്ത നിഴൽ പോലെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അവൻ എന്തോ എന്നോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് രാത്രിയിലെ ശബ്ദങ്ങൾക്കിടയിൽ എനിക്ക് വ്യക്തമായില്ല. 20 അടി ദൂരം കൂടി. അവൻ്റെ നടപ്പിന് വേഗത കുറഞ്ഞു. പേടി കാരണം എൻ്റെ തൊണ്ടയൊക്കെ വറ്റി വരണ്ടു. ഉള്ളം കൈകൾ വിയർക്കാൻ തുടങ്ങി. വാതിലിന് 10 അടി മാത്രം ദൂരം. ചുറ്റും ഭയങ്കര സൈലൻസ്. ആ വലിയ വീട് ഒരനക്കവും ഇല്ലാതെ നിൽക്കുന്നു. അതിൻ്റെ ആ മഞ്ഞ ഷട്ടറുകൾ ഇരുട്ടിലൊരുമാതിരി വൃത്തിയായിട്ട പല്ലുകൾ പോലെ എനിക്ക് തോന്നി. ട്രെവർ മെല്ലെ നടന്ന് ആ വീടിൻ്റെ വലതുവശത്തുള്ള ഒരു ജനലിനടുത്തേക്ക് നീങ്ങി. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. വീടിൻ്റെ 3-ാം നിലയിൽ ഏറ്റവും ഇടതുവശത്തുള്ള ജനലിൽ ഒരു ചെറിയ വെളിച്ചം, ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലെ അത് തെളിഞ്ഞു വന്നു. ആ വെളിച്ചം ഓരോ ജനലിലൂടെയും മാറി മാറി നീങ്ങാൻ തുടങ്ങി. പിന്നെ അത് അപ്രത്യക്ഷമായി. ഞാൻ പേടിച്ച് ട്രെവറിനെ ഉറക്കെ വിളിച്ചു കൂവി. ഞാൻ പടികൾ ഓടിയിറങ്ങി പാടത്തേക്ക് ചെന്നു. ജനലിലൂടെ നോക്കാൻ ആഞ്ഞ ട്രെവർ എൻ്റെ ശബ്ദം കേട്ടൊന്ന് തിരിഞ്ഞു വന്നു. ഞാൻ കൈകൾ വീശി അവനോട് തിരിച്ചു വരാൻ ആംഗ്യം കാണിച്ചു. ആ വെളിച്ചപ്പോൾ 2-ാം നിലയിലെ ജനലുകൾക്കിടയിലൂടെ നീങ്ങുകയാണ്. എനിക്ക് മുന്നോട്ട് പോകാൻ ഭയം തോന്നി. ഞാൻ അവിടെ നിന്ന് തന്നെ തുള്ളിച്ചാടി അവനോട് തിരിച്ചു വരാൻ നിലവിളിച്ചു. എന്താ പറ്റിയത് എന്ന് അവൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. തിരിച്ചു വാടാ, അവിടെ എന്തോ വരുന്നുണ്ട്, നീ അപകടത്തിലാണ് എന്ന് ഞാൻ അലറി. അവസാനം അവൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു തെറി വിളിച്ചു. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി.
അവൻ ഇടയ്ക്കിടെ പുറകോട്ട് നോക്കുന്നുണ്ട്. ആ വെളിച്ചം ഇപ്പോൾ ഒന്നാം നിലയിലെത്തിയിരിക്കുന്നു. ട്രെവർ നോക്കാൻ പോയ അതേ ജനലിൽ ആ വെളിച്ചം ദാ തെളിഞ്ഞു നിൽക്കുന്നു. ഇരുട്ടിൽ ആ വെളിച്ചത്തിന് പിന്നിൽ ആരോ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ട്രെവർ എൻ്റെ അടുത്തെത്തിയതും ഞാൻ അവൻ്റെ തോളിൽ പിടിച്ച് തിരിച്ചിട്ട് ആ ജനലിലേക്ക് വിരൽ ചൂണ്ടി. അവൻ ആ വെളിച്ചം കണ്ടതും ആ വീട് പെട്ടെന്ന് ഫുൾ ഇരുട്ടിലായി. വെളിച്ചം അണഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കിതച്ചുകൊണ്ട് അവിടെ നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നീ അത് കണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ മെല്ലെ തലയാട്ടി. ആ വീടിനുള്ളിൽ ആരോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ആ ആരോ ഞങ്ങളെ കണ്ടിട്ടുമുണ്ട്. ആ ചന്ദ്രപ്രകാശത്തിൽ ഞങ്ങൾ അവിടെ നിൽക്കുന്നത് ആ വീടിനുള്ളിലെ രൂപത്തിന് ക്ലിയറായി കാണാമായിരിക്കും. എനിക്കെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഞങ്ങൾ തിരികെ വീടിനുള്ളിലേക്ക് ഓടി. വല്ലാത്തൊരു കുറ്റബോധം ഞങ്ങളെ രണ്ടുപേരെയും പിടികൂടിയിരുന്നു. ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്ത പോലെ. വീട്ടുകാർ കണ്ടുപിടിക്കുമോ എന്ന പേടിയും വഴക്ക് കേൾക്കുമെന്ന ടെൻഷനും കാരണം ഞങ്ങൾ കിതച്ചുകൊണ്ട് ഉമ്മറത്ത് കയറി ഉള്ളിൽ ഒളിച്ചിരുന്നു. സത്യത്തിൽ ആ സമയത്ത് ഞാൻ പാരൻസിനോടെല്ലാം പറയേണ്ടതായിരുന്നു. അവർക്ക് ആ വീട് കാണാൻ പറ്റില്ലെങ്കിലും ഞാൻ അത്ര ആത്മാർത്ഥമായി പറഞ്ഞാൽ അവരൊരു പക്ഷെ എന്നെ വിശ്വസിച്ചേനെ. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. കള്ളത്തരം കാണിച്ചതുകൊണ്ട് അത് പുറത്തു പറഞ്ഞാൽ നല്ല തല്ല് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഡൈനിങ് ടേബിളിൽ അപ്പോൾ ചൂടുള്ള പൈ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും മിണ്ടാതെ സീറ്റിൽ പോയിരുന്നു. എന്താ ഇത്ര വേഗം വന്നത് എന്ന് പാരൻസ് ചോദിച്ചപ്പോൾ ഡെസേർട്ടിൻ്റെ മണം കിട്ടി വന്നതാണോ എന്ന് ട്രെവറിൻ്റെ അമ്മ തമാശയായി ചോദിച്ചു. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. വയറ്റിലെന്തോ ഉരുണ്ട് കൂടുന്നത് പോലെ. എങ്കിലും ആ ചെറിയ പൈ ഞാൻ കഷ്ടപ്പെട്ട് വായിലേക്ക് തള്ളി. ആ പച്ച വീട്ടിലുള്ളവർ ആരെങ്കിലും ഇപ്പോൾ വന്ന് കഥയിൽ മുട്ടുമോ? അവർ നമ്മുടെ പാരൻസിനോട് പരാതി പറയുമോ? ഒരു കുട്ടിയുടെ മനസ്സിൽ വരാവുന്ന എല്ലാ പേടിയും എനിക്കുണ്ടായിരുന്നു. അതായത് പണി കിട്ടുമോ എന്ന പേടി. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ട്രെവർ ഇന്ന് ഇവിടെ നിന്നോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. കുറച്ചു നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഒടുവിൽ സമ്മതിച്ചു. അതും 2 ദിവസത്തേക്ക്. ട്രെവറിൻ്റെ അച്ഛന് ഞങ്ങളുടെ ട്രാക്ടർ ആവശ്യമുണ്ടായിരുന്നു. അത് കൊണ്ടുപോകാൻ വരുമ്പോൾ ട്രെവറിനെ കൂട്ടിക്കോളാം എന്ന് അവർ തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ പേടിയൊക്കെ മാറി. ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ വീട്ടിലൂടെ ഓടിക്കളിച്ചു. അവസാനം അച്ഛൻ വന്ന് ഒച്ചയിട്ടപ്പോഴാണ് ഞങ്ങൾ അടങ്ങിയത്. ഞങ്ങൾ എൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. നാളെ കാട്ടിലൊരു വലിയ ട്രീ ഹൗസ് ഉണ്ടാക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ക്രയോൺസ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു പടമൊക്കെ വരച്ചു. വയർ നിലത്ത് കുത്തിയിരുന്ന് തലകൾ തമ്മിൽ മുട്ടിച്ച് ഞങ്ങൾ വലിയ പ്ലാനിങ്ങിലായിരുന്നു. കുട്ടിക്കാലത്ത് മാത്രം കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ലോകം മുഴുവൻ കളിക്കാനുള്ളതാണ്, നമ്മുടെ കൂടെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഒടുവിൽ അവൻ്റെ പാരൻസ് യാത്ര പറഞ്ഞിറങ്ങി. ട്രെവർ തിരിച്ചു വരുന്നതും കാത്ത് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ വീടുതാ വീണ്ടും അപ്രത്യക്ഷമായിരിക്കുന്നു. സമയം അർദ്ധരാത്രിയായി. ട്രെവർ അവൻ്റെ സ്ലീപ്പിംഗ് ബാഗിൽ കിടന്ന് നല്ല കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എന്തുകൊണ്ടോ എനിക്ക് പെട്ടെന്ന് ഉറക്കം ഉണർന്നു. വീട് ഫുള്ള് സൈലൻ്റ് ആണ്. പാരൻസ് ഒക്കെ ഉറങ്ങി. ട്രെവർ കൂടെ ഉണ്ടായിട്ടും എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. മുറിയുടെ മൂലയിലും ക്ലോസറ്റിലൊക്കെ ഞാൻ പേടിയോടെ നോക്കി. ഇരുട്ടിലെ നിഴലുകളൊക്കെ ഓരോ രൂപങ്ങളായി എനിക്ക് തോന്നി തുടങ്ങി. ട്രെവറിനെ വിളിച്ചുണർത്തണമെന്ന് തോന്നി. പക്ഷെ അവൻ വീണ്ടും പേടിത്തൊണ്ടെന്ന് വിളിക്കുമെന്ന് കരുതി ഞാൻ മിണ്ടിയില്ല. ആരോ എന്നെ വാച്ച് ചെയ്യുന്നത് പോലെ. ആ ജനലിലൂടെ ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ? ഞാൻ പതിയെ ജനലിലേക്ക് നോക്കി. വെറും ചന്ദ്രപ്രകാശം മാത്രം. കണ്ണുകളോ മുഖമോ ഒന്നും അവിടെ പതിഞ്ഞിട്ടില്ല. മെഴുകുതിരി വെളിച്ചമോ ഇല്ല. അതാലോചിച്ചപ്പോൾ തന്നെ എൻ്റെ നട്ടിലിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. ഈ പാതിരാത്രിയിൽ ഇത്രയും സൈലൻ്റ് ആയ സമയത്ത് ഇതൊന്നും ഓർക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്തോ ഒന്ന് എന്നെ ആ ജനലിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി നോക്കാൻ ആരും നിർബന്ധിക്കുന്ന പോലെ. ആദ്യം ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ അവിടെ പോയി നോക്കാതെ എനിക്കിനി ഉറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഞാൻ പതിയെ ബെഡിൽ നിന്ന് ഇറങ്ങി. ട്രെവറിൻ്റെ തലയിൽ ചവിട്ടാതെ സൂക്ഷിച്ചു. ജനലിലേക്ക് നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പേടി എരിച്ച് കയറുന്നുണ്ടായിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. ഞാൻ ജനലിനടുത്തെത്തി. പുറത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച എൻ്റെ കണ്ണ് തള്ളിച്ചു. തൊണ്ടയിൽ നിന്ന് ഒരു നിലവിളി പുറത്തേക്ക് വന്നതാണ്. ഞാൻ വേഗം കൈകൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. എൻ്റെ ഹൃദയം പടപടാന്ന് അടിക്കുകയാണ്. നെഞ്ചിൽ ആരോ ആഞ്ഞു ചവിട്ടിയ പോലെ ഒരു പേടി. ഇന്നും ആ രാത്രി കണ്ട കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടി വരും. ആ വീട് അവിടെ തന്നെയുണ്ട്, പഴയതുപോലെ ഇരുട്ടിൽ, ഒരനക്കവും ഇല്ലാതെ.
പക്ഷേ ആ വീടിൻ്റെ മേൽക്കൂരയുടെ മുകളിലൂടെ എന്തോ ഒരു ഭീകരായ രൂപം എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തലയ്ക്ക് ആ വീടിനോളം തന്നെ വലിപ്പമുണ്ടായിരുന്നു. ഏതാണ്ട് മനുഷ്യൻ്റേത് പോലെയുള്ള കണ്ണുകൾ, പക്ഷെ അതിൽ വല്ലാത്തൊരു ഭ്രാന്തമായ ആവേശം ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി ടേബിളിന് മുകളിലൂടെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ ആ വലിയ രൂപം അതിൻ്റെ കൂറ്റൻ കൈകൾ കൊണ്ട് മേൽക്കൂരയിൽ മുറുകി പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശരീരം അത്രയ്ക്ക് കറുത്തതായിരുന്നു, ഒരുമാതിരി കരി പുകയുന്നത് പോലെയുള്ള കറുപ്പ്. ആ കറുത്ത മുഖത്ത് 2 വെള്ള കണ്ണുകൾ തിളങ്ങുന്നുണ്ട്, 2 പൂർണ്ണ ചന്ദ്രന്മാരെ പോലെ. പക്ഷെ അതിൻ്റെ കൃഷ്ണമണി നല്ല ചോര ചുവപ്പായിരുന്നു. ഒരു നിയോൺ ലൈറ്റ് പോലെ അത് കത്തുന്നുണ്ടായിരുന്നു. ആ മേൽക്കൂരയ്ക്ക് മുകളിൽ അതിൻ്റെ വായ കാണാമായിരുന്നു. അതെന്നെ നോക്കി ചിരിക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന വലിയ ചതുരത്തിലുള്ള പല്ലുകൾ. കറുത്തിരണ്ട ആ രൂപത്തിൽ അതിൻ്റെ കണ്ണുകളും പല്ലുകളും മാത്രം വല്ലാതെ വെട്ടിത്തിളങ്ങുന്നു. ഞാൻ അവിടെ തറഞ്ഞു നിന്നുപോയി. ലോകം ഉരുകിത്തീരുന്നത് പോലെ എനിക്ക് തോന്നി. ഞങ്ങൾ തമ്മിൽ കണ്ണു ഓർത്തു. അതതിൻ്റെ ചിരി ഒന്നും കൂടി വലുതാക്കി. ആ കണ്ണുകൾ ഒരിക്കൽ പോലും ചിമ്മിയില്ല. എൻ്റെ ഉള്ളിലെ എല്ലാ പേടിയും അത് പുറത്തെടുക്കുന്നത് പോലെ തോന്നി. ഞാൻ എപ്പോഴാണ് ബോധം കെട്ട് വീഴുക എന്നെനിക്കറിയില്ലായിരുന്നു. അതിൻ്റെ നീളമുള്ള കറുത്ത വിരലുകൾ ഇടയ്ക്കിടെ മേൽക്കൂരയിൽ ചലിപ്പിക്കുന്നുണ്ട്. അത് എന്തോ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മുറിയുടെ വാതിലിൻ്റെ വിടവിലൂടെ ആരോ എൻ്റെ പേര് വിളിച്ചു. ഞാൻ ഒറ്റത്തിരിയൽ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയതായിരുന്നു. വാതിലിൻ്റെ വിടവിലൂടെ ദാ ഒരു വലിയ കണ്ണും പകുതി വായുമായി ആ രൂപം എന്നെ നോക്കി ചിരിക്കുന്നു. ഒരു കറുത്ത കൈ വാതിലിൻ്റെ മേലെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയി ബെഡിൽ കയറി പുതപ്പിനുള്ളിൽ ഒളിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് വിറച്ചു. അപ്പോൾ ട്രെവർ തറയിൽ കിടന്ന് ഒന്ന് അനങ്ങുന്നത് ഞാൻ കേട്ടു. ഞാൻ പുതപ്പിനുള്ളിൽ നിന്ന് പതുക്കെ നോക്കി. ആ രൂപം ദാ വാതിൽക്കൽ നിൽക്കുന്നു, ഒരു മനുഷ്യരൂപം. പക്ഷെ അതിൻ്റെ ചർമ്മത്തിൽ പല നിറങ്ങൾ പെയിൻറ് കലങ്ങുന്നത് പോലെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുഖത്തും ഇതേ അവസ്ഥ തന്നെ. ഒരു വലിയ കണ്ണ് ആ മുഖത്തിങ്ങനെ വന്നു പോകുന്നുണ്ട്. വായും അതുപോലെ തന്നെ. വല്ലാത്തൊരു ചിരി ആ മുഖത്ത് തെളിഞ്ഞു. എന്നിട്ടത് സംസാരിച്ചു. ഒരുപാട് ശബ്ദങ്ങൾ ഒന്നിച്ച് വെള്ളത്തിലൂടെ കേൾക്കുന്നത് പോലത്തെ ഒരു ശബ്ദം. കം വിത്ത് അസ്. ഞാൻ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. പേടിച്ച് ശബ്ദം പുറത്തു വരുന്നില്ലായിരുന്നു. അപ്പോൾ എന്തോ ഒന്ന് നിലത്ത് വീഴുന്ന ശബ്ദവും പിന്നെ എന്തോ വലിച്ചഴിക്കുന്ന ശബ്ദവും ഞാൻ കേട്ടു. എനിക്ക് അച്ഛനെയും അമ്മയെയും വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ശരീരം അനങ്ങുന്നില്ല. ആ രൂപം പോയോ എന്ന് നോക്കാൻ ഞാൻ വീണ്ടും പുതപ്പ് മാറ്റി. മുറി കാലിയാണ്. ട്രെവറും അവൻ്റെ സ്ലീപ്പിംഗ് ബാഗും അവിടെയില്ല. ഞാൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അപ്പോൾ പുറത്തെ ഇടനാഴിയിൽ നിന്ന് ട്രെവർ ഉണരുന്ന ശബ്ദം കേട്ടു. അവൻ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്, പക്ഷേ വ്യക്തമല്ല. പെട്ടെന്ന് അവൻ്റെ ശബ്ദം മാറി. ഞാൻ വല്ലാതെ പേടിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ മനസ്സിൽ ദൈവത്തെ വിളിച്ച് അച്ഛനും അമ്മയും ഒന്ന് ഉണരണേ എന്ന് പ്രാർത്ഥിച്ചു. ആരോ ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചഴിച്ച് ഹാളിലൂടെ പോകുന്നു. ട്രെവർ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ കരയാൻ തുടങ്ങി. ഒരു പാവം കുട്ടിയുടെ ദയനീയമായ കരച്ചിൽ. പെട്ടെന്ന് ഫ്രണ്ട് ഡോർ ആഞ്ഞു തുറന്നു. ആ രാക്ഷസൻ ട്രെവറിനെ സ്ലീപ്പിംഗ് ബാഗിനുള്ളിലാക്കി പോർച്ചിലൂടെയും പുൽമൈതാനത്തിലൂടെയും വലിച്ചയച്ചു കൊണ്ടുപോവുകയാണ്. ആ പച്ച വീടിന് നേരെ. ആകാശത്തോളം വലിപ്പമുള്ള ആ കറുത്ത രാക്ഷസൻ താഴെ നോക്കി നിൽക്കുന്നു. ചന്ദ്രപ്രകാശത്തിൽ അതിൻ്റെ പല്ലുകൾ തിളങ്ങുന്നുണ്ട്. ട്രെവറിനെ കൊണ്ടുപോകുന്ന ആ രൂപം ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു. ആ പച്ച വീടിൻ്റെ മുൻവാതിൽ താനെ തുറന്നു. ഉള്ളിലെ ഇരുട്ട് പുറത്തേക്ക് ഒഴുകി വരുന്നത് പോലെ തോന്നി. അവസാനം ഞാൻ നിലവിളിച്ചു. ശബ്ദം പോകുന്നത് വരെ ഞാൻ അലറിക്കരഞ്ഞു. ഞാൻ കരയുന്നത് കേട്ടാണ് വീടിൻ്റെ പുറകിലെ മുറിയിൽ നിന്ന് അച്ഛനും അമ്മയും ഉണർന്ന് ഓടി വന്നത്. അപ്പോഴേക്കും ആ രാക്ഷസൻ ട്രെവറുമായി ആ വീടിനുള്ളിൽ കടന്നു കഴിഞ്ഞിരുന്നു. അച്ഛൻ എൻ്റെ റൂമിലേക്ക് പാഞ്ഞു വന്നപ്പോൾ ട്രെവർ ആ സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ കിടന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൈകാലിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടു. അച്ഛൻ എൻ്റെ റൂമിലേക്ക് പാഞ്ഞു വന്നപ്പോൾ ട്രെവർ ആ സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ കിടന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൈകാലിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടു. വാതിലടഞ്ഞതോടെ അവൻ ആ ക്രൂരമായ വീടിനുള്ളിൽ പെട്ടുപോയി.
അച്ഛൻ എൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പറ്റിയേ, നീ എന്തിനാ നിലവിളിക്കുന്നത്? ഞാൻ കരഞ്ഞുകൊണ്ട് ആ പാടത്തേക്ക് അവസാനമായി ഒന്ന് നോക്കി. ആ വീട് അപ്രത്യക്ഷമായിരിക്കുന്നു. അതൊക്കെ 20 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് രാത്രി തന്നെ എൻ്റെ പാരൻസ് പോലീസിനെയും ട്രെവറിൻ്റെ വീട്ടുകാരെയും വിവരം അറിയിച്ചു. ഞാൻ കണ്ട കാര്യങ്ങൾ പലവട്ടം പോലീസിനോട് പറഞ്ഞു. പക്ഷെ ആരും എന്നെ വിശ്വസിച്ചില്ല. ആരും അവനെ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞ് മാസങ്ങളോളം ഇൻവെസ്റ്റിഗേഷൻ നടന്നു. ട്രെവറിൻ്റെ ഫാമിലി പിന്നെ ഒരിക്കലും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ആ വീടോ ട്രെവറോ പിന്നെ ഒരിക്കലും അവിടെ വന്നതുമില്ല. പക്ഷേ 2 ദിവസം മുൻപ് എനിക്ക് പോലീസിൽ നിന്നൊരു കോൾ വന്നു. അവർ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു, ഒരു കൊച്ചുകുട്ടിയെ. ആ കുട്ടിക്ക് എന്നെ അറിയാമെന്നും ഹോസ്പിറ്റലിൽ വെച്ച് ആ കുട്ടി എൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസുകാരെന്നോട് പറഞ്ഞത്. ഇത്രയും കാലം ഞാൻ ആ വീടിനെ കുറിച്ചോ ട്രെവറിനെ കുറിച്ചോ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ പോലീസ് ഓഫീസർ പറഞ്ഞു തീർന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ആ കുട്ടി ആരാണെന്ന്. അത് ട്രെവറാണ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തി. പോലീസുകാർ എന്നോട് 2 ചോദ്യം ചോദിച്ചതിന് ശേഷം എന്നെ ട്രെവറിനെ കാണാൻ അനുവദിച്ചു. പക്ഷേ അവിടെ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു. ഓഫീസർമാരൊക്കെ വല്ലാത്ത പേടിയിലിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എന്നെ കൊണ്ടുപോയ ഓഫീസർ എൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഒന്ന് പ്രിപ്പയർ ആയിക്കോ, നീ കാണാൻ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ മുറിയിലേക്ക് കയറി. അവിടെ കണ്ട കാഴ്ച എൻ്റെ ശ്വാസം നിലപ്പിച്ച് കളഞ്ഞു. ബെഡിലൊരു കുട്ടി കിടക്കുന്നു. അവൻ്റെ വലിപ്പം കണ്ട ഏകദേശം 7 വയസ്സ് തോന്നിക്കും. പക്ഷേ അവൻ്റെ ശരീരം മൊത്തം ഒരു പ്യുവർ വൈറ്റ് ലെയർ കൊണ്ട് മൂടിയിരിക്കുകയാണ്. കണ്ണും വായും തലയും ഒക്കെ അതുപോലെ തന്നെ. കാണാനൊരു വൈറ്റ് യോഗേർട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം പോലെ തോന്നും. ആ രൂപം തല തിരിച്ചിട്ട് എൻ്റെ പേര് വിളിച്ചു. ആ ശബ്ദം കേട്ടതും പഴയ ഓർമ്മകളെല്ലാം മഞ്ഞ് വീഴുന്നത് പോലെ എൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അത് ട്രെവർ തന്നെയായിരുന്നു. ഞാൻ അവൻ്റെ അരികിലിരുന്ന് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന്. ട്രെവർ ചോദിച്ചു, ഇപ്പോൾ എത്ര വർഷമായി? 20 വർഷം. അവൻ കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, അത് വരാറായി. അവർ വരുന്നുണ്ട്. ആര് വരുന്നു? ഞാൻ ചോദിച്ചു. ദ ഗ്രീൻസ്. അവരെൻ്റെ ബാല്യം കവർന്നെടുത്തു. അവരിനി കുട്ടികളായി വരും. ഞാൻ ചോദിച്ചു, നീ ആ രാക്ഷസന്മാരെ കുറിച്ചാണോ പറയുന്നത്? ആ വീട്ടിൽ വെച്ച് എന്താ ഉണ്ടായത്? അവൻ പറഞ്ഞു, അവരെന്നെ നിറങ്ങൾക്കിടയിലൂടെ കൊണ്ടുപോയി. എൻ്റെ ആയുസ്സും മറ്റൊട്ടേറെ കുട്ടികളുടെ ആയുസ്സും അവരെടുത്തു. ഒരുപാട് വീടുകൾ, ഒരുപാട് കുട്ടികൾ. അവരിപ്പോൾ വരും കുട്ടികളായിട്ട്. ട്രെവർ പിന്നെ കുറച്ച് വേഗത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അവർ നമ്മുടെ ഇടയിലൂടെ നടക്കും. വളരുന്നത് വരെ അവർ കാത്തിരിക്കും. ആ ചുവന്ന കണ്ണുകൾ. അവർ ചിരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും. അവർ ഈ ലോകത്തെ മുഴുവൻ തിന്നു തീർക്കും. പെട്ടെന്ന് അവന് ഫിറ്റ്സ് വന്നു. നഴ്സുമാരെല്ലാവരും ഓടി വന്ന് എന്നെ പുറത്തേക്ക് ഇറക്കി. അന്ന് രാത്രി തന്നെ ട്രെവർ മരിച്ചു. ആ രാത്രി എൻ്റെ കൂട്ടുകാരന് ആ വീടിനുള്ളിൽ എന്ത് സംഭവിച്ചോ എന്നെനിക്കിപ്പോഴും അറിയില്ല. അവൻ എവിടെയായിരുന്നു, അവൻ എന്ത് പീഡനമാണ് അനുഭവിച്ചത്, അതൊരു സീക്രട്ടായി തന്നെ ഇരിക്കും. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാണ്, ഞാൻ കണ്ടതെല്ലാം സത്യമാണ്. ആ ചുവന്ന കണ്ണുള്ള കറുത്ത രാക്ഷസനും ആ പച്ച വീടും ഒക്കെ റിയലായിരുന്നു. ട്രെവറിൻ്റെ അവസാന വാക്കുകൾ എന്നെ ഇപ്പോഴും പേടിപ്പിക്കുന്നുണ്ട്. അവർ കുട്ടികളായിട്ട് വരുമെന്ന വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വേഗം ഫോണെടുത്ത് എൻ്റെ ഭാര്യയെ വിളിച്ചു. എനിക്കെൻ്റെ മകനിപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയണമായിരുന്നു.